കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർ മുതൽ നമ്മളൊരു റൂബി വരെ നമ്മളൊരു സർവൈവൽ സ്റ്റേജ് ആണ്. ആ ഒരു സർവൈവൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തണമെന്ന് നമ്മൾ പറയാറുള്ളത്. അവിടെയാണ് സ്റ്റെബിലിറ്റി സ്റ്റേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഒരു സ്റ്റെബിലിറ്റി, കാരണം നമ്മളൊന്ന് സ്റ്റേൺ ആയി നിന്ന് നമുക്കൊരു റാങ്ക് കമ്പൈനേഴ്സ് ബോണസ് കിട്ടി ആഴ്ചയിൽ ഒരു 15,000, മാസം ഒരു 60,000 രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരു റാങ്കാണ് റൂബി എക്സിക്യൂട്ടീവ് റാങ്ക്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ആ ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജിൽ റൂബി എക്സിക്യൂട്ടീവ് മുതൽ ഒരു ഡയമണ്ട് ആവുന്നത് വരെ നമ്മൾ എന്താണ് ഒരു സ്റ്റെബിലിറ്റി, നമ്മളൊന്ന് ഷേണായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റേജ് സക്സസ് സ്റ്റേജ് ആണ്. ഹലോ, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സക്സസ് സ്റ്റേജ്. നമ്മളൊന്ന് വിജയിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു ഇൻഡസ്ട്രിനെ കുറിച്ചും ഇതിന്റെ വലിപ്പങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു നമ്മൾ നല്ലൊരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് ഒരു സക്സസ് സ്റ്റേജിലേക്ക് നമ്മൾ, അതായത് എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് മുതൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ വരെ നമ്മളൊരു സക്സസ് സ്റ്റേജിന്റെ ഒരു പീരീഡ് ആണ്. അത് കഴിഞ്ഞ പിന്നെ നമുക്കൊരു സ്റ്റേജും കൂടി ഉണ്ട്. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് സിഗ്നിഫിക്കൻസ് സ്റ്റേജ്. നമ്മളൊരു സെലിബ്രിറ്റി ലൈഫിലേക്കൊക്കെ ഒന്ന് മാറി ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ മുതൽ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, അതായത് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ സെൽഫി എടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ശരിയല്ല? ഇപ്പൊ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് മീറ്റ് നടന്നു, നമ്മുടെ എന്താ പറയാ സുജികാന്ത് സാർ വന്നു, പല ലീഡേഴ്സും ചെയ്ത് പോയി സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. ശരിയല്ലേ? ഒന്നും വേണ്ട, നമ്മുടെ ജീവാൻ സാർ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു സെൽഫി എങ്കിലും. നമ്മുടെ മുഹമ്മദ് അലി സാർ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൽഫി എടുക്കാറുണ്ട്. ശരിയല്ലേ? അതിന് പറയുന്ന പേരാണ് സിഗ്നിഫിക്കൻ. നമ്മളൊരു സെലിബ്രിറ്റി ലൈഫിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനല്ലേ? ഹലോ, ആത്മാർത്ഥമായിട്ടും ചോദിക്കണം, എത്ര പേർക്ക് ആ ഒരു സിഗ്നിഫിക്കൻ മൂന്ന് പേരെ ഞാൻ ഇവിടുന്ന് കാണുന്നുള്ളൂ. ആ ബാക്കിയുള്ള ആളുകളൊന്നും ആ ഒരു സിഗ്നിഫിക്കൻ സ്റ്റേജിലേക്ക് എത്തണ്ടേ? ഹലോ, കുറച്ച് ആളുകൾക്ക് മാത്രമാണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമെന്നുള്ള കാര്യം 101% ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് പറയാൻ കാരണം, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ അനുഭവിക്കുന്നതിന്റെ ഒരുപാട് ഇരട്ടി പ്രതിസന്ധികൾ നമുക്ക് ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഞാൻ കാണുന്നത് ഏഷ്യനെറ്റിന്റെ ഒരു വീഡിയോ ആണ്. കാരണം ഏഷ്യനെറ്റ് ഒരു വീഡിയോ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ബിസിനസ് സ്റ്റാർട്ട് നിങ്ങൾ ആരെങ്കിലും ബിസിനസ് പ്ലാൻ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. കാരണം എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ വന്ന സാധനമാണ്. അപ്പൊ ആ ഒരു സാധനമാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അത് കേട്ടപ്പാടെ നമ്മളെ മൊത്തം കിളി പോയി. പഠിച്ചോനെ ഇനി ബിസിനസ് ഒന്നും മുന്നോട്ട് പോകേണ്ടത്, ഞാൻ ചെന്ന് കുടിയത് വലിയൊരു കുടിക്കലാണല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു ആ തുടക്ക സമയത്ത് നമുക്ക്. കാരണം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്യും, ടെൻഷൻ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഗതി വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു, നോട്ട് നിരോധനം വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്റെ നാട്, എന്റെ വീടിന്റെ ചുറ്റുപുറം വെള്ളം നിൽക്കണം. ഞാൻ ഒരു ദ്വീപിൽ നിൽക്കണ മാതിരിയായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത ലെവലിൽ വെള്ളപ്പൊക്കം വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമുക്കറിയാം നമുക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി, അതായത് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ, ഒരാളോട് നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട്. ശരിയല്ലേ? കോവിഡ് എന്ന് പറയുന്ന വൈറസ് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് കടന്നു വന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ശരിയല്ലേ? കാരണം ആ സമയത്ത് പോലും നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് കണ്ണൂരാണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും തിരൂരാണെങ്കിലും ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ് വിവ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണ്. ശരിക്കും ആ ഒരു സമയത്താണ് എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ്സിൽ വന്നു, ഡ്രൈവിംഗ് പോലും അറിയാതെയാണ് ഞാൻ കാർ എടുക്കുന്നത്. കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ ചെന്നു, കാർ ഇറക്കിയ സമയത്ത് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, അജിത്തെ, ആളുകൾ മരിക്കാൻ വേണ്ടി പോകുമ്പോഴാണോ നീ കാറൊക്കെ എടുത്ത് എൻജോയ്മെന്റ് ചെയ്തൊക്കെ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പോണത്? പക്ഷെ എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ ഭാവി മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത്, കാരണം ഞാൻ ആ സമയത്ത് കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു, വരുമാനം കിട്ടാതെ എനിക്ക് കാർ എടുക്കാൻ വേണ്ടി പറ്റുമോ? ഹലോ, വരുമാനം കിട്ടാതെ എനിക്ക് ഒരിക്കലും കാർ ഇറക്കാൻ വേണ്ടി പറ്റില്ല. ശരിയല്ലേ? ഈ ബിസിനസ്സിൽ വന്നു, ഞാനൊരു സാധാരണക്കാരനായിട്ട് ആളാണ്. ഈ ബിസിനസ്സിൽ വന്നു, ഒരു കാർ എടുത്ത സമയത്ത് ഡ്രൈവിംഗ് പോലും അറിയില്ല. ഫ്രണ്ട് സീറ്റിൽ ഞാൻ കയറിയിരുന്നു. എന്റെ ലീഡേഴ്സും എന്റെ കുറച്ച് ടീം അംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ബാക്കിൽ നിന്ന് തള്ളി തന്നിട്ടാണ് ആ ഒരു വീഡിയോ പോലും എടുക്കുന്നത്. കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. സീരിയസ്ലി, എന്റെ ലൈസൻസ് അടക്കം ഞാൻ നിങ്ങൾക്ക് ഷോ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടുന്ന് കിട്ടി, ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പറഞ്ഞു വന്ന കാര്യത്തിലുള്ളൂ, നമുക്ക് വേണ്ടത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ഹലോ, ആ 5Tയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. നമുക്ക് വേണ്ടത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു